ഈ പ്രകാരം പോലീസ് മെറ്റയ്ക്ക് എഴുതിയും സോഷ്യൽ മീഡിയയിലെ വിവിധ പ്ലാറ്റ്ഫോമുകളിലുള്ള സർക്കാരിനെ വിമർശിക്കുന്ന പോസ്റ്റുകൾ ആകെ നീക്കം ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ നിങ്ങൾ മാധ്യമങ്ങളെയും നീക്കം ചെയ്യാൻ വി.ഡി. സതീശൻ സർക്കാർ പരിശ്രമിച്ചുകൂടായികയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആളുടെ പേരോ വിവരങ്ങളോ കിട്ടില്ല. അതിൻ്റെ കൂടി ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഫോട്ടോ ഇതാണ്. എന്താ മെറ്റ ചെയ്തത്? മെറ്റക്ക് പോലീസ് കൊടുത്തിട്ടുള്ള ഹർജിയെ തുടർന്ന് ഏറ്റവും ഒടുവിൽ ഫോട്ടോ നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ. ഇതാണിപ്പോൾ എല്ലാ പോസ്റ്റുകളുടെയും അടിയിൽ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ വാദം പൊളിയുന്നു. PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ മുൻ സർക്കാർ കത്ത് നൽകിയിട്ടില്ലെന്ന് വി.ഡി. സതീശൻ. 2025 നവംബർ 12 കേന്ദ്രത്തിന് കേരളം അയച്ച കത്ത് റിപ്പോർട്ടർ. ഇത് റിപ്പോർട്ടർ TV-യിൽ വന്ന വാർത്തയുടെ കാർഡാണ്. ഈ കാർഡ് വെച്ചിട്ട് ഫേസ്ബുക്കിൽ ജൂൺ 18 പോസ്റ്റ് ചെയ്തതാണ് പ്രകോപിതമായത്. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ വി.ഡി. സതീശൻ അങ്ങനെയാണ് തുടങ്ങുന്നത്. ഇതിപ്പോ ഈ പറഞ്ഞതുപോലെ ഫോട്ടോ നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ എന്നായി കാണും. ഇത്തരം പോസ്റ്റുകൾ വരുന്നത് മൂലം കണ്ണൂർ സൈബർ പോലീസ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത ഒരു സ്ത്രീയെ സൈബർ പോലീസ് സ്റ്റേഷനിൽ വരണം, ഒരു കേസുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ആ സ്ത്രീ ഒരു തെറ്റും ചെയ്യാത്ത ആളായതുകൊണ്ട് പോയില്ല. പോകാതിരുന്നിട്ട് ആ സ്ത്രീ ഒരാളും പറയാതെ പോസ്റ്റ് ചെയ്ത പോസ്റ്റാണിത്. ഞാൻ പേടിച്ചു പോയി ഗെയ്സ്. മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന് കേസ് എടുക്കുമ്പോലും ഒന്ന് പോയടാ. ഇതാണ് കേരളത്തിൽ നവമാധ്യമങ്ങളിലൂടെ യുവതലമുറ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടും പറയുന്ന കാര്യം. തൂക്കിക്കൊല്ലാനൊന്നും കഴിയില്ല. 79(3)B IT ആക്ടിലെ വ്യവസ്ഥ പ്രകാരം അതിനൊന്നും വ്യവസ്ഥയില്ല. കണ്ണൂർ സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു പോലീസുകാരൻ എന്നെ വിളിച്ചു. ആ പോലീസുകാരൻ്റെ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് അവർ പ്രതികരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പൂവിൽ നിന്ന് പൂമ്പാറ്റ. ആ മദ്യനികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്നും, അതോടൊപ്പം നമ്മുടെ കേരളത്തിൽ ലോകകപ്പ് ഫുട്ബോളിൻ്റെ പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കണമെങ്കിലുള്ള സെസ് ഏർപ്പെടുത്തിയതിനെയും കുറിച്ച് വളരെ സരസമായ വിമർശനമാണ്. തേനീച്ച പൂവിൽ നിന്നും തേൻ കുടിക്കുന്ന പോലെ പൊതു ഇടങ്ങളിൽ ലോകകപ്പ് കാണാൻ ലൈസൻസ് എടുക്കണം, നിർബന്ധമാക്കി സെസ് 25,000 രൂപ തുടങ്ങിയ ആ ഫീസിൻ്റെ ഘടന. ഇത് വിമർശിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിന് ജനാധിപത്യം? ഇത് നീക്കം ചെയ്ത കൂട്ടത്തിലുണ്ട്. ശബരിമലയിലെ സ്വർണ്ണ കൊള്ളക്കേസിലെ പ്രതിയുടെ അഭിഭാഷകനെ സർക്കാർ അഭിഭാഷകനായി നിയമിച്ചപ്പോൾ മെയ് 1 ദുരൂഹ മംഗലാപുരം യാത്ര നടത്തി. ആ യാത്രയിൽ ശബരിമല കേസിൽ പോലീസ് ചോദ്യം ചെയ്ത റജികുമാറുമായി കൂടിക്കാഴ്ച നടത്തിയ ഈ സംഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ്. കള്ളന് കഞ്ഞി വെച്ചവൻ കാട്ടുകള്ളൻ. ഇതും നീക്കം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യ വകുപ്പ് എത്തി നിൽക്കുന്ന പതനം അറിയാമല്ലോ എല്ലാവർക്കും. ആരോഗ്യമന്ത്രി മുമ്പ് പറഞ്ഞതെല്ലാം അദ്ദേഹത്തിന് തന്നെ എതിരായി. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ടവർ പോലും വിമർശനമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. പോസ്റ്റ് എരണം കെട്ടവനാണോ ഭരിക്കുന്നേ,
30 ഡിഗ്രിയിൽ വൈറസ് ചാകുവോ? ഇതാണ് ചോദ്യം. എരണം കെട്ടവൻ ഭരണത്തിൽ വന്നപ്പോൾ നിപ്പ വന്നെത്തി. ഇതാണ് ഒരു പോസ്റ്റ്. ഇതും ഫോട്ടോ നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ എന്ന് മെറ്റ നിരോധിച്ച കൂട്ടത്തിൽ പെടുകയാണ്. ഈ ഇന്ദിരാ ഗ്യാരണ്ടി, അതിലെ വഞ്ചന, വാക്ക് പറഞ്ഞാൽ വാക്കാണെന്ന വി.ഡി. സതീശൻ്റെ വാഗ്ദാന ലംഘനം, എല്ലാ ബസ്സുകളിലും എല്ലാ സ്ത്രീകൾക്കും തീർത്ഥാടന യാത്രക്കും ടൂറിസം യാത്രക്കും ഉൾപ്പെടെ സൗജന്യം നൽകുമെന്ന് വീട്ടിൽ പോയി പറഞ്ഞ ആ വീടിൻ്റെ കുടുംബ ചിത്രം സഹിതം ഒരു പോസ്റ്റായിരുന്നു ഇത്. അതിൻ്റെ തലക്കെട്ട് ഇതാണ്: മോഡിയേക്കാൾ വടക്കായിരുന്നു ഇന്ദിര. നമ്മുടെ നാടൻ ശൈലിയിലുള്ള ഒരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നാട്ടിൽ ഇന്ദിരയുടെ കാലത്ത് തന്നെ നേരത്തെ ബേക്കാരി ഹട്ടാവോ ഗരീബി ഹട്ടാവോ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ചതിനെ സരസമായി വിമർശിക്കുന്നതാണ് ഈ പോസ്റ്റ്. ഇതും ഇപ്പോൾ ഫോട്ടോ നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ എന്നാണ്. ഇത് നമ്മുടെ എറണാകുളം ജില്ലയിലെ വാഴക്കുളം പഞ്ചായത്തിൽ പാരിയത്ത് കാവ് കോളനി നിവാസികളെ പോലീസ് പോയി ബുൾഡോസർ ഉപയോഗിച്ച് അവിടെ നിന്നും ഒഴിപ്പിക്കാൻ നോക്കിയ നടപടിയുടെ സമയത്ത് പോസ്റ്റ് ചെയ്തതാണ്. കോൺഗ്രസിൻ്റെ ബുൾഡോസർ രാജ് കേരളത്തിൽ. ഇതും ഇപ്പോൾ മെറ്റ നീക്കം ചെയ്ത കൂട്ടത്തിൽ പെടുകയാണ്. ഇത്തരത്തിൽ നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വിമർശനാത്മകമായി ഉന്നയിച്ചതെല്ലാം മെറ്റയെ ഉപയോഗിച്ച് നീക്കം ചെയ്യുകയും ഒപ്പം പോലീസ് കേസെടുക്കുകയുമാണ് ചെയ്യുന്നത്.